ഇടത് മുന്നണിയിൽ നിന്നും ഇളകില്ലെന്ന് രണ്ടില ഉറപ്പിച്ചു കഴിഞ്ഞു. UDF-ൽ നിന്നും ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയ അഭയം നൽകിയ ഇടത് മുന്നണിയെ തള്ളിപ്പറയില്ല എന്ന പ്രഖ്യാപനമാണ് ജോസ് കെ മാണി ഇന്നലെ നടത്തിയത്. ഇതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇനി മുന്നണി മാറ്റം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായി. ചുവടുമാറ്റ സാധ്യത ഇല്ലാതായതോടെ ചർച്ചകളെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ജോസും UDF നേതൃത്വവും. ഇടത് മുന്നണിയിൽ നിൽക്കുമെന്നുറപ്പിച്ച് പറഞ്ഞതോടെ ഇനി കൂടുതൽ സീറ്റുകളിലേക്ക് കണ്ണുവച്ചുള്ള ഒരു സമ്മർദ്ദതന്ത്രം പയറ്റുകയാണ് കേരള കോൺഗ്രസ് എം. കുറഞ്ഞത് 13 സീറ്റെങ്കിലും വേണമെന്നാണ് ആവശ്യം. അപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വിസ്മയം കേരള കോൺഗ്രസ് ആയിരുന്നു. ഇടത് മുന്നണിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകം എന്ത്? കേരള കോൺഗ്രസ് എമ്മിന്റെ വിലപേശൽ വിജയിക്കുമോ? ഇതാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ഗൗതമാണ് വിശകലനങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഗൗതം, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം മുന്നണി വിടുകയാണ്, പാർട്ടി വിടുകയാണോ, UDF-ൽ ചേരുകയാണോ തുടങ്ങിയ അഭ്യൂഹങ്ങളായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശങ്ങൾ വന്നു. സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷം പിന്നീട് വന്ന വാർത്ത റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ഇടത് മുന്നണിക്കൊപ്പം തുടരുമെന്ന നിലപാട് ശക്തമാക്കി. അതോടുകൂടി ജോസിന് വഴങ്ങേണ്ടി വന്നു. ആ രീതിയിലായിരുന്നു വാർത്തകൾ. പിന്നീട് ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. അതും പലവട്ടം തിരുത്തിയുള്ള 2-3 വട്ടം തിരുത്തിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലെ അവരുടെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞു. അതിനുശേഷം ഇനി എന്നും വന്ന് എന്നോട് മുന്നണി വിടുമോ എന്ന് ചോദിക്കേണ്ട, മുന്നണി വിടുന്നില്ല. ഞങ്ങളെ അപമാനിച്ചു വിട്ട UDF-ലേക്ക് തിരികെ പോക്കില്ല. കേരള കോൺഗ്രസും LDF-ൽ തന്നെ തുടരുമെന്ന് ക്ലിയർ കട്ടായി പാർട്ടി ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇടത് മുന്നണിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസും ഇടത് മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിയുടെ ഭാഗമായി തന്നെ ഈ കേരള കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യും. അപ്പോഴും ജോസ് കെ മാണി പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ വട്ടവും അർഹർ ചോദിച്ച അത്രയും സീറ്റുകൾ കിട്ടിയില്ല. ഇക്കുറി 13 അതിലധികമോ, 13 എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, 13 അതിലധികമോ സീറ്റുകൾ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാവും ഒരു സമ്മർദ്ദ തന്ത്രമാണോ ഗൗതം? അതാണ് ഇനി അറിയേണ്ടത്. ഇപ്പം ഇടത് മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു, തീരുമാനമായി കഴിഞ്ഞു. പക്ഷേ ഇനി ജോസ് കെ മാണി ചെയ്യുന്നത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെത് ഒരു സമ്മർദ്ദ തന്ത്രമായിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം സീറ്റ് അടക്കം, തിരുവനന്തപുരം സെൻട്രൽ അടക്കം ചോദിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുൻപ് ബെൻസൻ പറഞ്ഞ പോലെയാണെങ്കിൽ പേരാമ്പ്ര ചോദിക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇടത് മുന്നണിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ, സമ്മർദ്ദം ചുലത്താനാണോ തീരുമാനം? ഗുഡ് മോർണിംഗ് സേതു. അതായത് ഇതിൽ ഈ വിശകലനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് KM മാണി ഫൗണ്ടേഷന് ഭൂമി അനുവദിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി, അതിന് ഞങ്ങളൊരു നിമിത്തമായതിൽ സന്തോഷമുണ്ട് എന്നുള്ള VD സതീശൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ സേതു സൂചിപ്പിച്ച പോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ വാർത്തകളുടെ തുടക്കം ഒരു ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത, അതായത് മലയാള ദിനപത്രത്തിൽ ഒരു വാർത്ത വരുന്നു, ഈ UDF-ലേക്ക് കടക്കാൻ ജോസ് കെ മാണി തയ്യാറെടുക്കുന്നു. സമാനമായ ഒരു വാർത്ത ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വരുന്നു. തുടർന്ന് മറ്റ് മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വാർത്തകൾ എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നു. പിന്നീട് അതുമായി ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ പാർട്ടി ചെയർമാൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങൾ പോകില്ല എന്ന് അസംബന്ധമായി പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇതിനിടെ സംഭവിച്ചിട്ടുള്ളത്, കേരള കോൺഗ്രസ് എം വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊരു ചർച്ച ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ രാഷ്ട്രീയ പരിസരത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് എം അടർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുമെന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ശരിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് CPM-ന് ഉണ്ടായി എന്നുള്ളൊരു ശരിയായുള്ള കാര്യമാണ്. പക്ഷേ നിലവിൽ ഈ സമ്മർദ്ദതന്ത്രം എത്ര കണ്ട് ഫലിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് അവരാവശ്യപ്പെട്ടതിനേക്കാൾ അധിക സീറ്റ് നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയ സീറ്റിലുണ്ടായ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ സമ്മർദ്ദ തന്ത്രത്തിൽ LDF അല്ലെങ്കിൽ ഇടതു മുന്നണി ഏത് രീതിയിൽ നിലപാട്. അപ്പൊ നോക്കാം ഗൗതം, എങ്ങനെയാകും ഈ കാര്യം, സമ്മർദ്ദം ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പം കാത്തിരുന്ന് അറിയേണ്ട കാര്യം. നോക്കാം അതെങ്ങനെയാ ചർച്ചകൾ പോകുമെന്ന്. പ്രിയപ്പെട്ട